പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ച സർക്കാർ. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരത്തെ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, എന്തായാലും ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം, ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് വേണം പറയാൻ. അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും എന്നൊരു വിവരം കൂടി ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആന്റണി വിവരങ്ങൾ? തീർച്ചയായും ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ആ ഒരു അപ്പീൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുള്ള അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് നിയമപരമല്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല വസ്തുതകൾ ഈ കോടതി പരിശോധിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതി വളരെ സ്വാധീനമുള്ളയാളാണ്, MLA ആണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇയാൾ മുൻകൂർ ജാമ്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് ഗുരുതരമായ കാര്യങ്ങളാണ് ആ പരാതിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇയാൾക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ അപ്പീലിൽ പറയുന്ന ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുകൂടിയുള്ളത് ഈ കോടതിയുടെ വിധി അത് അതിൻ്റെ ആ ഒരു വശം മാത്രം പരിഗണിച്ചുകൊണ്ടുള്ളതാണ്. അതായത് ഈ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്, അല്ലെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല, അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ പരാതി അല്ലെങ്കിൽ ഈ പരാതിയിൽ വരുന്ന അല്ലെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കോടതി പരിശോധിച്ചിട്ടില്ല. ഇങ്ങനെ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ സ്വാഭാവികമായും ഈ കേസിന് സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കോടതി പരിഗണിച്ചിട്ടില്ല എന്നുകൂടി ഹർജിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ നിരന്തരമായി ഏർപ്പെടുന്ന ആളാണ്. ഇയാൾക്കെതിരെ ഇതേപോലത്തെ തന്നെ ഒരു കേസ് വേറെയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യം ഈ അപ്പീൽ ഈ മുൻകൂർ ജാമ്യത്തിനെതിരായ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി നാളെ ഈ സർക്കാരിൻ്റെ അപ്പീൽ പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. അത് ആദ്യത്തെ കേസാണ്. ഒരു നിർബന്ധിത ഗർഭഛിദ്രം അതുപോലെ തന്നെ ബലാത്സംഗം എന്നീ വകുപ്പുകൾ ചുമത്തി എടുത്ത ആദ്യത്തെ കേസ്. ആ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. ഏതായാലും ഈ രണ്ടാമത്തെ കേസിൽ ഈ സർക്കാരിൻ്റെ അപ്പീൽ നാളെ തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ശരി ആന്റണി, വ്യക്തമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിനെതിരെ ഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ. വസ്തുതകൾ പരിശോധിക്കാതെയുള്ള ഉത്തരവെന്നതാണ് ഹർജിയിലെ സർക്കാരിന്റെ വാദം. ഇപ്പോഴും ഇത്തരം വിവാദങ്ങൾ നടക്കുന്നതിനിടയിലും 17ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ് ജോർജ് ആണ്.